എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. കേരളത്തിൽ 7 ജില്ലകളിൽ ഡിസംബർ 9 നാളെ ചൊവ്വാഴ്ച രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകളിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കുകയാണ്. വൈകിട്ട് 6 മണിക്ക് ശേഷം വോട്ട് ചെയ്യുവാൻ കാത്തു നിൽക്കുന്നവർക്ക് ടോക്കൺ നൽകി വോട്ട് ചെയ്യാനുള്ള അവസരം ഉറപ്പാക്കും. വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കുന്നത്. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ചൊവ്വാഴ്ച നടക്കുന്ന വോട്ടെടുപ്പിന്റെ നടപടിക്രമങ്ങൾ ഇങ്ങനെയാണ്. പോളിംഗ് ബൂത്തിൽ എത്തിയാൽ ക്യൂ പാലിക്കുക. ബൂത്ത് ലെവൽ ഓഫീസർമാരും രാഷ്ട്രീയ പാർട്ടിക്കാരും വോട്ടർമാർക്ക് നൽകുന്ന സ്ലിപ്പ് വെള്ള നിറമായിരിക്കണം. പാർട്ടി ചിഹ്നങ്ങളോ സ്ഥാനാർത്ഥി വിവരങ്ങളോ സ്ലിപ്പിൽ ഉണ്ടാകാൻ പാടില്ല. പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഫോട്ടോ ID കാർഡാണ്. ഇത് കൈവശം ഇല്ലാത്തവർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച മറ്റ് അംഗീകൃത രേഖകൾ കൊണ്ടുപോകണം. ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ്, പാൻ കാർഡ്, പാസ്പോർട്ട് ഫോട്ടോ പതിച്ചിട്ടുള്ള SSLC ബുക്ക്, ദേശാൽകൃത ബാങ്കിൽ നിന്നും തെരഞ്ഞെടുപ്പ് തീയതി 6 മാസം മുമ്പ് വരെ നൽകിയ ഫോട്ടോ പതിച്ച പാസ്ബുക്ക്, പുതിയതായി പേര് ചേർന്നിട്ടുള്ളവർക്ക് സംസ്ഥാന കമ്മീഷൻ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡ്, ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ തിരിച്ചറിയൽ രേഖയായി കാണിക്കണം. വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചാണ് വോട്ടെടുപ്പ്. മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഉള്ളവർക്ക് 1 വോട്ട് മാത്രമാണ് ഉണ്ടാവുക. എന്നാൽ പഞ്ചായത്തുകളിൽ ഉള്ളവർക്ക് ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുമായി 3 വോട്ടുകൾ ഉണ്ടാകും. പഞ്ചായത്തുകളിൽ ഇടത്തുനിന്ന് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്ന ക്രമത്തിലാണ് ബാലറ്റ് യൂണിറ്റുകൾ ഉണ്ടാവുക. 3 തലത്തിലും വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാലേ നീണ്ട ബീപ് ശബ്ദം കേൾക്കൂ. 3 വോട്ടും ചെയ്യാതെ 1 2 മാത്രമേ ചെയ്യുന്നുള്ളൂ എങ്കിൽ വോട്ടിംഗ് പ്രക്രിയ പൂർത്തിയാക്കിയതിനു ശേഷം അവസാനമുള്ള എൻഡ് ബട്ടൺ അമർത്തണം. അപ്പോഴും നീണ്ട ബീപ് ശബ്ദം കേൾക്കാം. നഗരസഭകളിലും കോർപ്പറേഷനുകളിലും ഉള്ളവർക്ക് 1 വോട്ട് മാത്രമാണുള്ളത്. ക്യൂ നിൽക്കുന്ന വോട്ടർമാരുടെ തിരിച്ചറിയൽ കാർഡ് പരിശോധിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ ബൂത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കും. 1-ാം പോളിംഗ് ഓഫീസിൽ തിരിച്ചറിയൽ രേഖയും സ്ലിപ്പിന്റെ ക്രമനമ്പറും പരിശോധിച്ച് വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടെന്ന് ഉറപ്പാക്കും. തുടർന്ന് ക്രമനമ്പറും പേരും ഉറക്കെ വിളിച്ചു പറയും. ഈ സമയം പോളിംഗ് ഏജന്റുമാർ അവരുടെ കൈവശമുള്ള പട്ടിക പരിശോധിച്ച് ശരിയായ വോട്ടറാണെന്ന് ഉറപ്പുവരുത്തും. പോളിംഗ് ഏജന്റുമാർ എതിർപ്പൊന്നും ഉന്നയിക്കുന്നില്ലെങ്കിൽ 2-ാം പോളിംഗ് ഓഫീസർ ഇടതുകൈയിലെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടും. രജിസ്റ്ററിൽ വോട്ടറുടെ ഒപ്പോ വിരലടയാളമോ പതിക്കണം. വോട്ടർ പട്ടികയിലെ ക്രമനമ്പർ രേഖപ്പെടുത്തിയ ശേഷം സ്ലിപ്പ് തരും. സ്ലിപ്പുമായി പ്രീസൈഡിംഗ് ഓഫീസറുടെ അടുത്തേക്ക് ചെല്ലണം. മഷി പുരട്ടിയത് പരിശോധിച്ച ശേഷം സ്ലിപ്പ് വാങ്ങി വെച്ച് വോട്ട് ചെയ്യാൻ അനുവദിക്കും. 3-ാം പോളിംഗ് ഓഫീസർ കൺട്രോൾ യൂണിറ്റിലെ ബട്ടൺ അമർത്തും. അപ്പോൾ ബാലറ്റ് യൂണിറ്റ് മെഷീന്റെ അടുത്തേക്ക് നിങ്ങൾക്ക് പോകാം. വോട്ടിംഗ് മെഷീനിലെ ബൾബ് പച്ച നിറത്തിൽ പ്രകാശിക്കും. ഈ സമയം വോട്ടർ സ്ഥാനാർത്ഥിയുടെ പേരിനും ചിഹ്നത്തിനും നേരെയുള്ള നീല ബട്ടൺ അമർത്തിയാണ് വോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ പച്ച ബൾബ് അണഞ്ഞ് ചുവന്ന ബൾബ് കത്തും. നീണ്ട ബീപ്പ് ശബ്ദവും കേൾക്കും. അതോടെ നിങ്ങളുടെ വോട്ടിംഗ് പൂർണ്ണമായി. വോട്ടിങ്ങിന് പോകുമ്പോൾ തിരിച്ചറിയൽ കാർഡ് ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ കൈവശമുണ്ടാകണം. എല്ലാവരും തന്നെ വോട്ടെടുപ്പിൽ പങ്കെടുക്കുക. സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക.